നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്യുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ഡ്യുവൽ ബിഹേവിയറിൽ വേവ് ക്യാരക്ടർ കഴിഞ്ഞു, പാർട്ടിക്കിൾ നേച്ചർ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സർട്ടൻ ഫിനോമിനാസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ദാറ്റ് ഈസ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. നെക്സ്റ്റ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിനോമിനോൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ചില മെറ്റൽസ് ലൈക്ക് പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഒരു ഫസ്റ്റ് ഗ്രൂപ്പിൽ ആൽക്കലി മെറ്റൽസിൽ ലിഥിയവും സോഡിയവും കഴിഞ്ഞിട്ടാണ് പൊട്ടാഷ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് റുബീഡിയം വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് സീഷ്യം വരുന്നത്. ഇപ്പോൾ സോഡിയം എടുക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 11 ആണ്. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 281. അപ്പോൾ ഈ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പറ്റും. ആ ഇലക്ട്രോണ് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി നിങ്ങളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിൽ പഠിക്കും. ഓക്കെ, ആ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള ടെൻഡൻസി താഴേക്ക്, അതായത് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഇങ്ങോട്ടേക്ക് താഴെ ഫ്രാൻഷ്യം ഉണ്ട്. ഓക്കെ, ഫ്രാൻഷ്യം ഈസ് റേഡിയോ ആക്റ്റീവ്, അതുകൊണ്ട് നമ്മൾ സ്റ്റഡീസിൽ എടുക്കുന്നില്ല, റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. ഓക്കെ, അതൊക്കെ പിന്നീട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇലക്ട്രോണെ കൊടുക്കാനുള്ള ടെൻഡൻസി കൂടി വരികയാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ്സ് ആണ് പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം. സോഡിയത്തിനേക്കാളും ലിഥിയത്തിനേക്കാളും ഒക്കെ ടെൻഡൻസി, സോഡിയത്തിന് തന്നെ പെട്ടെന്ന് ഇലക്ട്രോണെ കൊടുത്തിട്ട് NaCl NCl- ആണ്. സോഡിയം ഒരു ഇലക്ട്രോണെ ക്ലോറിന് കൊടുക്കുന്നുണ്ട്. ആ ടെൻഡൻസി പൊട്ടാഷ്യത്തിനും റുബീഡിയത്തിനും സീഷ്യത്തിനും വളരെയധികം കൂടുതലാണ്. എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഈസി റിമൂവൽ ഓഫ് ഇലക്ട്രോൺ, ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഏറ്റവും പുറത്തെ ഇലക്ട്രോണ്. ഓക്കെ, റിമൂവ് ചെയ്യാൻ ഈസിയറാണ്. അങ്ങനെയുള്ള 3 എലമെൻറ്റ്സ് എടുക്കുക. സപ്പോസ് ദിസ് എ പീസ് ഓഫ് പൊട്ടാഷ്യം, റുബീഡിയം ഓർ സീഷ്യം. അവിടേക്ക് സപ്പോസ് ഒരു ലൈറ്റ് റേഡിയേഷൻ വരുന്നു. ഈ വരുന്ന ലൈറ്റ് റേഡിയേഷൻ ഫോട്ടോൺ എന്ന് വിളിക്കാം അല്ലേ. ഫോട്ടോൺ ഈസ് ഈക്വൽ ടു hν എന്ന് പറയുന്ന എനർജി ഉണ്ട്, അറിയാലോ. അക്കോർഡിംഗ് ടു മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ദ എനർജി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഈസ് ഈക്വൽ ടു hν. അപ്പോൾ ആ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു hν എന്ന് പറയുന്ന ഒരു എനർജിയായിട്ട് വരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ബ്ലൂ ലൈറ്റാണ് വരുന്നതെങ്കിൽ അതിനൊരു എനർജി ഉണ്ടാവാം. ഇപ്പോൾ ഒരു യെല്ലോ ലൈറ്റാണ് വരുന്നതെങ്കിൽ അതിനൊരു എനർജി ഉണ്ടാവാം. കാരണം എന്താ? ഓരോന്നിൻ്റെയും ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്. h കോൺസ്റ്റൻ്റ് ആണ്. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും? ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എനർജി കൂടും. അങ്ങനെ പല എനർജിയുള്ള റേഡിയേഷൻസ് വരാം. അങ്ങനെ റേഡിയേഷൻസ് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ആൽക്കലി മെറ്റൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഈസിയർ ആണ്. അതിൽ പ്രത്യേകിച്ചും പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം പോലെയുള്ള ഹെവിയർ എലമെൻറ്റ്സ്, താഴേക്കുള്ള എലമെൻറ്റ്സിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഈസിയർ ആണ്. അപ്പോൾ പുറത്തേക്ക് ചാടാൻ റെഡി ആയിട്ട് ഇവിടെ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഈ മെറ്റൽ സർഫസിൽ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ട് ഇലക്ട്രോൺസ് നിൽക്കുകയാണ്. എവിടെന്നെങ്കിലും കുറച്ച് ഒരു എനർജി കിട്ടിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? ആ എനർജി സ്വീകരിച്ചിട്ട് ഇവരെന്ത് ചെയ്യും? പുറത്തേക്ക് പോവാം. ഇപ്പം ഒരു പൊട്ടാഷ്യത്തിൻ്റെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പുറത്തുള്ള ഒരു ഇലക്ട്രോൺ, 1 ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അത് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. സ്റ്റേബിൾ എന്ന് വെച്ചാൽ എനർജി ഇല്ലാത്ത അവസ്ഥയാണ്. ശ്രദ്ധിക്കാം, എനർജി കിട്ടിയിട്ടില്ല. എനർജി കിട്ടിക്കഴിഞ്ഞാൽ ആ എനർജി കിട്ടുന്നതോടുകൂടി അത് അൺസ്റ്റേബിളായിട്ട് മാറും. ഓക്കെ, അൺസ്റ്റേബിളായിട്ട് മാറും. അപ്പോൾ ഒരു ആൾ എനർജി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിൾ ആവും. അപ്പോൾ ആ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ എനർജിയും സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. അപ്പോൾ എനർജി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇലക്ട്രോണെ റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഒരു സോഡിയം ക്ലോറിനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഇലക്ട്രോണെ കൊടുക്കാൻ ഒരു എനർജി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ എനർജി കൊടുക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ഇലക്ട്രോൺ ക്ലോറിനിലേക്ക് പോകും. അപ്പോൾ ആർക്കാണ് എനർജി കിട്ടുന്നത്? സോഡിയത്തിനാണ് എനർജി കിട്ടുന്നത്. ആ എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഒരു ഇലക്ട്രോൺ ക്ലോറിലേക്ക് പോയിട്ടാണ് Na+ഉം Cl- ഉണ്ടായിട്ട് അത് NaCl മോളിക്യൂൾ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേബിൾ പൊട്ടാഷ്യം സോളിഡ് ആണ് ഇത് എങ്കിൽ അവിടേക്കാണ് നമ്മളൊരു ലൈറ്റ് റേഡിയേഷൻ വന്ന് പതിക്കുന്നത്, അവിടെ സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്നും ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ, പുറത്തേക്ക് കളയുക, ഇജക്റ്റഡ് ഇലക്ട്രോൺ ആണിത്. ദിസ് ഈസ് ഇജക്റ്റഡ് ഇലക്ട്രോൺ.
അപ്പോൾ ഒരു ഫോട്ടോൺ വരുമ്പോൾ ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്ന പ്രോസസ്സ്, ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ഒരു ഫോട്ടോൺ വരുന്നു, ആവശ്യമായ എനർജി ഇലക്ട്രോണിന് കൊടുക്കുന്നു, അതും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ ഇജക്റ്റഡ് ആവുന്നു, അവിടെ ഒന്ന് എമിറ്റ് ചെയ്യുന്നു. ഈ ഫിനോമിനോൺ കണ്ടുപിടിച്ചത് ദാറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ ഇൻവെൻറ്റഡ് ബൈ ഹെൻറിച്ച് ഹെഡ്സ് ആണ് കണ്ടുപിടിച്ചത്. ഇറ്റ് ഈസ് ഇൻവെൻറ്റഡ് ബൈ ഹെഡ്സ്. പിന്നെ ഈ ഫിനോമിനോണിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് ഐൻസ്റ്റീനുമാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഇൻവെൻറ്റഡ് ബൈ ഹെൻറിച്ച് ഹെഡ്സ് ആണ്, ഹെൻറിച്ച് ഹെഡ്സ്. ഓക്കെ, സോ വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഫിനോമിനോൺ. ഇറ്റ് ഈസ് എ ഫിനോമിനോൺ, ഡെഫിനിഷൻ ആണ്. ഇറ്റ് ഈസ് എ ഫിനോമിനോൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഇറ്റ് ഈസ് എ ഫിനോമിനോൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ when a photon of certain frequency, certain minimum frequency, ഏതോ റേഡിയേഷൻ വന്നു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല. ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ഏതുപോലെ ആയിരിക്കണം, അതിന് ഇവിടെ ആവശ്യമായൊരു എനർജി ഉണ്ട്, ഇവിടെ മെറ്റലിന് ആവശ്യമായൊരു എനർജി ഉണ്ട്, ഇലക്ട്രോൺ പുറത്തേക്ക് പോകാൻ ആവശ്യമായൊരു എനർജി ഉണ്ട്. ആ എനർജി കിട്ടാൻ തക്ക രീതിയിലുള്ള ഫ്രീക്വൻസി ആണ് എങ്കിൽ ന്യൂ കൂടുന്നതിനനുസരിച്ചാണ്, ഈസ് പ്രപ്പോർഷണൽ ടു ന്യൂ ആണ്, ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചാണ് എനർജി കൂടുക. അപ്പോൾ ഒരു മിനിമം ഫ്രീക്വൻസി ഇവിടെ ആവശ്യമുണ്ട്, ഒരു മിനിമം ഫ്രീക്വൻസി. ആ മിനിമം ഫ്രീക്വൻസിയോട് കൂടി, സെർട്ടൺ മിനിമം ഫ്രീക്വൻസിയോട് കൂടി വരുന്ന ഫോട്ടോൺസ് ഒരു ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ കാരണമാവുകയാണെങ്കിൽ ദാറ്റ് ഫിനോമിനോൺ ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. സോ എക്സ്ക്യൂസ് മീ, it is the phenomenon of ejection of electron from a metal surface like potassium, rubidium or cesium when a photon of certain minimum frequency, that minimum frequency is called threshold frequency. Threshold frequency. Threshold frequency. That minimum frequency is called threshold frequency. ആ threshold frequency കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി അതിന് കിട്ടിയെന്നാണ് ഇൻഡയറക്ട്ലി അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ നിന്ന് ഇജക്ട് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഡെഫിനിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് എ ഫിനോമിനോൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ് ലൈക്ക് പൊട്ടാഷ്യം, റുബീഡിയം ഓർ സീഷ്യം വെൻ എ ഫോട്ടോൺ ഓഫ് സർട്ടൺ മിനിമം ഫ്രീക്വൻസി കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ ദ മെറ്റൽ സർഫസ്. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസിയുമായിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എനർജിയുമായിട്ട് ഒരു ഫോട്ടോൺ ഒരു മെറ്റൽ സർഫസ്, ഇങ്ങനെയുള്ള മെറ്റൽ സർഫസിൻ്റെ മേലേക്ക് വരുമ്പോൾ അവിടെ നിന്നും ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആവുന്ന ഫിനോമിനോൺ ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ആൻഡ് ദാറ്റ് ഈസ് ഇൻവെൻറ്റഡ് ബൈ ഹെൻറിച്ച് ഹെഡ്സ്. ദിസ് ഈസ് ദ ആക്ച്വൽ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, എക്യുപ്മെൻറ്റ് ഫോർ സ്റ്റഡിങ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ഇവിടെ കറണ്ട്, ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, കറണ്ടിൻ്റെ ഫ്ലോ ആണ്. ഇലക്ട്രോൺ ട്രാവൽ എന്ന് വെച്ചാൽ, ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഡിറ്റക്ടറൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മെറ്റൽ സർഫസ് വെച്ചിട്ടുണ്ട്. ആ മെറ്റൽ സർഫസിലേക്ക് എന്ത് ചെയ്യുന്നു, ലൈറ്റ് വന്നിട്ട് പതിക്കുന്നു. ദിസ് ഇസ് ദ മെറ്റൽ സർഫസ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നും ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നു. ആ ഇലക്ട്രോൺസിനെ ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ആ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അമ്മീറ്റർ ഉണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ ബാറ്ററി. ഒരു ബാറ്ററിയിലേക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫോട്ടോവോൾട്ടായിക് സെൽസ്, ഫോട്ടോവോൾട്ടായിക് സെൽ ഓർ സോളാർ സെൽ. ഓക്കെ, എന്ത് ചെയ്യുന്നു, ലൈറ്റ് വരുന്നു, അവിടെ എന്തുണ്ടാവുന്നു, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ ആക്ച്വൽ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ എക്സ്പ്ലനേഷൻ അഗെയിൻ. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇസ് ദ, അവിടെ നോട്ട് ചെയ്യുക, ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇസ് ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ബൈ ദ ഇൻകമിങ് ഫോട്ടോൺ ടു കോസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ ആവശ്യമായ മിനിമം ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ള ഡെഫിനിഷൻ മനസ്സിലാക്കുക. ആൻഡ് വാട്ട് ഈസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി? ഇറ്റ് ഈസ് ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ബൈ ദ ഫോട്ടോൺ ടു കോസ് photo ejection. To cause electron ejection. That means it is the minimum frequency of photon required to cause photoelectric effect. Okay, and that is threshold frequency, that is represented by the letter nu zero. Clear ആണല്ലോ? ഇനി കുറച്ച് കോൺസെപ്റ്റ് കൂടി പറയാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മിനിമം ഫ്രീക്വൻസി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ഫോട്ടോൻ്റെ എനർജി എന്താണ്? ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ആ ന്യൂ സീറോ ആവുമ്പോൾ ഇത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് ഈ ന്യൂ സീറോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള എനർജി എന്താവും? അതും ഒരു മിനിമം എനർജി ആവും. അതായത് ഇവിടെ മിനിമം ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മിനിമം എനർജി, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ W0. W0
is the minimum energy required by the incoming photon to cause photoelectric effect. ഇത് minimum frequency, ഇത് minimum energy, and this is called work function. Threshold energy എന്നും പറയാം. വർക്ക് ഫംഗ്ഷൻ ഓർ ത്രെഷോൾഡ് എനർജി. ഓക്കെ, അപ്പോൾ ഒരു വർക്ക് ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. ഓരോ മെറ്റൽസിനും ഓരോ സ്പെസിഫിക് വർക്ക് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മെറ്റൽ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, കോപ്പർ, സിൽവർ പോലെയുള്ള കുറച്ച് മെറ്റൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ W0 ഇലക്ട്രോൺ വോൾട്ടിലാണ് കൊടുത്തത്. ഇലക്ട്രോൺ വോൾട്ട്, ജൂളിലല്ല. അപ്പോൾ ലിഥിയത്തിൻ്റെത് 2.42 ആണ്, സോഡിയത്തിൻ്റെ 2.3 ആണ്, പൊട്ടാഷ്യത്തിൻ്റെത് 2.25 ആണ്, റുബീഡിയത്തിനും സീഷ്യത്തിനും അതിനേക്കാൾ കുറവായിരിക്കും. NCERT തന്നിട്ടുള്ള വാല്യൂസ് ആണ്. മഗ്നീഷ്യത്തിൻ്റെ 3.7 ആണ്, കോപ്പറിൻ്റെത് 4.8 ആണ്, സിൽവറിൻ്റെത് 4.3 ആണ്. അപ്പോൾ ഇവർക്ക് ആവശ്യം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ, അല്ലെങ്കിൽ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കാൻ, എപ്പോൾ ഒരു ഫോട്ടോൺ വരുമ്പോൾ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. ആ വർക്ക് ഫംഗ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും മിനിമം എനർജി ആർക്കാ? പൊട്ടാഷ്യത്തിനാണ്, 2.25. പിന്നെ ആർക്കാ? സോഡിയത്തിനാണ്, അല്ലേ? ദിസ് ഇസ് ഹാവിങ് ദ ലോവസ്റ്റ് വർക്ക് ഫംഗ്ഷൻ. ഈ കൂട്ടത്തിൽ അതിനേക്കാളും കുറവായിരിക്കും റുബീഡിയത്തിന്, അതിനേക്കാളും കുറവായിരിക്കും സീഷ്യത്തിന്. പിന്നെ ഇവിടെ സെക്കൻഡ് പൊസിഷൻ ഇതിനാണ്. പിന്നെ തേർഡ് പൊസിഷൻ എന്താണ്? ലിഥിയത്തിനാണ്. ബാക്കിയുള്ളവർക്കൊക്കെ 3ന്റെ മേലെയാണ്. മഗ്നീഷ്യത്തിന് 4th പൊസിഷൻ വരും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് 5th പൊസിഷൻ സിൽവർ, ആൻഡ് കോപ്പർ ഈസ് ഹാവിങ് 6th പൊസിഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുക ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കാൻ ഏറ്റവും സാധ്യത കൂടിയിട്ടുള്ള എലമെന്റ് ഇതിലാരാണ്? ഏറ്റവും സാധ്യത കൂടിയിട്ടുള്ളത് പൊട്ടാഷ്യമാണ്. കാരണം എന്താ? അവർക്ക് കുറഞ്ഞ എനർജി കിട്ടിയാൽ തന്നെ ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യും. കുറഞ്ഞ എനർജി, വർക്ക് ഫംഗ്ഷൻ ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ബൈ ദ മെറ്റൽ. വർക്ക് ഫംഗ്ഷൻ ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ബൈ ദ മെറ്റൽ ടു കോസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ആ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ എനർജി കിട്ടുന്നത് റേഡിയേഷൻ എന്നുമാണ്. എവിടെ നിന്നുള്ള റേഡിയേഷൻ? ആ ഫോട്ടോൺ വരുന്ന ഇൻകമ്മിങ് ഫോട്ടോണിൽ നിന്നാണ്. അപ്പോൾ ആ ഫോട്ടോൺ, ആ മിനിമം റേഡിയേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു മെറ്റൽ ആറ്റം, ആ മെറ്റൽ ആറ്റം പൊട്ടാഷ്യം ആണെങ്കിൽ അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ 2.25 ആണ്. അപ്പോൾ വരുന്ന ആൾക്ക് 2.25 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഇലക്ട്രോണിന് പുറത്ത് പോകാനുള്ള എനർജി കിട്ടിയെന്ന് അർത്ഥം. അപ്പോൾ ഈ മെറ്റലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൊട്ടാഷ്യം ആണെങ്കിൽ പൊട്ടാഷ്യത്തിന് 2.25. ഇനി അത് സോഡിയം ആണെന്ന് വിചാരിക്കുക. സോഡിയം ആണെങ്കിൽ അതിന് 2.3 കിട്ടണം. അതിനേക്കാളും ഒരു 0.05 ഇലക്ട്രോൺ വോൾട്ട് കൂടുതൽ കിട്ടണം. അപ്പോൾ വരുന്ന ആൾക്ക് 2.25 ആണെങ്കിൽ അവിടെ ഇജക്ഷൻ നടക്കില്ല. എത്ര കിട്ടണം? 2.3 കിട്ടണം. ഇനി നിങ്ങൾ സിൽവർ ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, സിൽവറിൻ്റെ ഒരു പീസാണെങ്കിൽ അവിടെ വരുന്ന ആൾക്ക് ഇതേപോലെ 2.3 ഇലക്ട്രോൺ വോൾട്ട് ഒന്നും ആണെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. അവിടെ എന്ത് കൊടുക്കണം? 4.3 കൊടുക്കണം. അതിനേക്കാളും 2 ഇലക്ട്രോൺ വോൾട്ട് അധികം കൊടുത്താൽ അവിടെ ഒന്നും എന്ത് ചെയ്യും? ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ബൈ ദ മെറ്റൽ ടു കോസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ആൻഡ് ദാറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഫ്രം ദ ഇൻകമിങ് ഫോട്ടോൺ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓരോ മെറ്റലിനും ഓരോ ക്യാരക്ടറിസ്റ്റിക് വർക്ക് ഫംഗ്ഷൻസ് ഉണ്ട്. വർക്ക് ഫംഗ്ഷൻ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ പെർട്ടിക്കുലർ മെറ്റൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? വർക്ക് ഫംഗ്ഷൻ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ക്യാരക്ടറിസ്റ്റിക് മെറ്റൽ ഓഫ് എ പെർട്ടിക്കുലർ മെറ്റൽ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള വർക്ക് ഫംഗ്ഷൻ കൂടിയാൽ, നിങ്ങൾ മനസ്സിലാക്കുക, വർക്ക് ഫംഗ്ഷൻ കൂടിയാൽ, വർക്ക് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്താൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനുള്ള സാധ്യത കൂടുകയോ കുറയോ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനുള്ള സാധ്യത കുറയുക ചെയ്യുക. വർക്ക് ഫംഗ്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ആള് കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. കാരണം എന്താ? ആ മെറ്റൽ എപ്പോഴാണ് ഇജക്റ്റ് ചെയ്യുക? ആ മെറ്റൽ ഇജക്റ്റ് ചെയ്യുന്നത് അതിന് വർക്ക് ഫംഗ്ഷൻ മിനിമം കിട്ടുമ്പോഴാണ്. വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മിനിമം എനർജി എന്ന് വെച്ചാൽ ന്യൂ0 കൂടിയുള്ള എനർജി, ന്യൂ0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി. ന്യൂ0 ത്രെഷോൾഡ് എനർജിയാണ്, ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന മിനിമം ഫ്രീക്വൻസിയോട് കൂടി വരുന്ന ഫോട്ടോൺ അവിടെ കൊടുക്കുന്ന എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ആ ഓരോ മെറ്റലിനും ഓരോ വർക്ക് ഫംഗ്ഷൻസ് ഉണ്ട്. മിനിമം എനർജി റിക്വയർഡ്, അവർക്ക് ആവശ്യമുള്ള എനർജി. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇജക്റ്റ് ചെയ്യും. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ കൂടുതലാണെങ്കിൽ ഇവിടുന്ന് വരുന്ന ആൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുമ്പോൾ വർക്ക് ഫംഗ്ഷൻ കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ സാധ്യത കുറയും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഞാൻ ഷോർട്ടായിട്ട് എഴുതിയേ ഉള്ളൂ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ സാധ്യത എന്ത് ചെയ്യും? കുറയും. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ കുറയാണ് വേണ്ടത്. അപ്പോൾ പൊട്ടാഷ്യത്തിൻ്റെയും റുബീഡിയത്തിൻ്റെയും സീഷ്യത്തിൻ്റെയും ഒക്കെ പ്രത്യേകത എന്താ? ദേ ഹാവ് പൊട്ടാഷ്യം, റുബീഡിയം, നമ്മൾ
ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞല്ലോ, ദേ ഹാവ് എന്താ ലോ വർക്ക് ഫങ്ഷൻ. ഇവർക്ക് ലോ വർക്ക് ഫങ്ഷൻ ആണ്, W0 കുറവാണ്. അതുകൊണ്ട് ഇലക്ട്രോൺ ഇജക്ഷൻ ഈസിയർ ആണ് ബൈ എ ഫോട്ടോൺ. ഓക്കെ, ഫോട്ടോൺ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രോൺ ഇജക്ഷൻ, അതാണല്ലോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതായത് അവർക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസിയർ ആയിട്ട് നടക്കും. ക്ലിയർ ആണല്ലോ? ഇനി കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു മെറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു മെറ്റൽ, ഏതോ മെറ്റൽ ആയിക്കോട്ടെ, അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ W0 എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിക്കാം. 2 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ വരുന്ന ആൾ 2 ഇലക്ട്രോൺ വോൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ ഇവിടെ നിന്നും വരുന്ന ആൾ കൊടുക്കുന്ന എനർജി 2 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ആ 2 ഇലക്ട്രോൺ വോൾട്ട് ഈ ഇലക്ട്രോൺ സ്വീകരിക്കും. ഒരാൾ വരുന്ന സമയത്ത് ഒരു ഫോട്ടോൺ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടല്ല വരുന്നത്. They are transmitted as packets of energy. ഓരോ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്വാണ്ടം, ഒരു ഫോട്ടോൺ അല്ലെ, ക്വാണ്ടം ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് ഫോട്ടോൺ. ഒരു ഫോട്ടോൺ വരുമ്പോൾ അതൊരു ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഒന്നും ഈ എനർജി ഇതിന് കിട്ടും. ആ എനർജി സ്വീകരിച്ച് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താ, ആ മൊത്തം എനർജിയും ഇതിന് ആവശ്യമുള്ള എനർജിയാണ്. അതുകൊണ്ട് അതെന്തിനു വേണ്ടി ഉപയോഗിച്ചു? ആ മെറ്റലിൽ നിന്നും അട്രാക്ഷനിൽ നിന്നും പുറത്തേക്ക് വരാൻ, അതായത് മെറ്റലിൽ നിന്നും അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ മൂവ് ചെയ്യാൻ ഒരു എനർജി വേണ്ടേ? വേണം. അപ്പോൾ ഇവിടെ W0 2 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ 2 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ടുള്ള W0യിൽ നമ്മൾ വരുന്ന ആളുടെ എനർജി എന്ന് പറയുന്നത് സപ്പോസ് ദാറ്റ് ഈസ് 4 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിക്കാം. 4 ഇലക്ട്രോൺ വോൾട്ട് എനർജി ആയിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? അതിലെ 2 ഇലക്ട്രോൺ വോൾട്ട് എടുത്ത് ഇയാൾക്ക് കൊടുത്തു, വർക്ക് ഫംഗ്ഷൻ മിനിമം എനർജി. അതോടുകൂടി അവിടെ നിന്നും അത് റിമൂവ് ചെയ്തു. ബാക്കി എനർജി ഉണ്ട്, ആ എനർജിയോ ഇലക്ട്രോൺ കിട്ടിയിട്ടുണ്ട്. ആ എനർജി എത്രയാ? 2 ഇലക്ട്രോൺ വോൾട്ട്. ആ 2 ഇലക്ട്രോൺ വോൾട്ട് യൂസ് ചെയ്തിട്ട് അയാൾ അവിടെ നിന്ന് മൂവ് ചെയ്യും. അപ്പോൾ ഇജക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് അത് പോവുള്ളൂ, ട്രാവൽ ചെയ്യുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഉള്ള ഈ എനർജീൻ്റെയും ഡിഫറൻസ് ആണത്. അതിൻ്റെ കൈനറ്റിക് എനർജിയാണ്. ഇവിടെ കൈനറ്റിക് എനർജി എത്ര? 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ ആവശ്യമായ എനർജി അതിന് കൊടുത്തിട്ട് ബാക്കിയുള്ള എനർജി ഉപയോഗിച്ചിട്ടാണ് അവർ മൂവ് ചെയ്ത് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വരുന്ന ആളുടെ എനർജി എന്താ? E ആണ്. അതാണ് 4 ഇലക്ട്രോൺ വോൾട്ട്. E = 4 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണ്? W0 ആണ്. അപ്പോൾ 4 - 2 = ആണ് നമുക്ക് 2 കിട്ടിയത്. അപ്പോൾ ഇവിടെ 4 എന്താണ്? E - W0. 2 എന്ന് പറയുന്നത് W0 ആണ്. വരുന്ന ആളുടെ ടോട്ടൽ എനർജിയിൽ നിന്നും ആവശ്യമായ എനർജി കുറച്ചാൽ that will be is equal to kinetic energy. Okay, this is a relation. Where E is the energy of incoming photon, W0 is the work function of the particular metal, and kinetic energy. So kinetic energy is equal to E minus W0. Kinetic energy of ejected electron. Kinetic energy of ejected electron is equal to E minus W0, where E is the energy of incoming photon and W0 is the work function of the metal. അപ്പോൾ നമുക്ക് ഇവിടെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? E എന്ന് വെച്ചാൽ അതിനെ നമുക്ക് വേണമെങ്കിൽ hν എന്ന് പറയാം. hν മൈനസ് W0 എന്ന് വെച്ചാൽ എന്താ? hν0. ഓക്കെ, hν minus hν0. So therefore kinetic energy is equal to h into nu minus nu0. Kinetic energy is equal to h into nu minus nu0, where nu is the frequency, nu0 is the threshold frequency. Nu is equal to frequency of photon, of photon, and nu0 is the threshold frequency of photon. Okay, h is Planck's constant. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, കൈനറ്റിക് എനർജിന്റെ നോർമൽ ഇക്വേഷൻ എന്താ? ½ mv². വേറെ റിലേഷൻ കൂടി, ½ mv² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആണ്? h into nu minus nu0. ഓക്കെ, ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാം. അപ്പോൾ എന്തായി? നമുക്ക് nu0 അറിയെങ്കിൽ മാസ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് എ കോൺസ്റ്റന്റ് അല്ലേ? 9.1 × 10⁻³ കിലോഗ്രാം ആണ്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള
ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ എന്നുള്ള റിലേഷനിലേക്ക് എത്തും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്കറിയാം സി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ. സി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ. Therefore, nu is equal to c by lambda. Okay? C is speed of light, 3 into 10 raised to 8 meter per second. അപ്പോൾ nu 0 is equal to, that is nu 0 is equal to c by lambda 0. Lambda 0. C nu 0 is equal to c by lambda 0. Nu is equal to c by lambda. അപ്പോൾ lambda 0 is the threshold wavelength. Threshold wavelength. പക്ഷെ ഒരു കാര്യം, ഫ്രീക്വൻസി മിനിമം ആവുമ്പോൾ വേവ് ലെങ്ത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇറ്റ് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത്. ഫ്രീക്വൻസി മിനിമം ആണ്, അപ്പോൾ വേവ് ലെങ്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, മാക്സിമം വേവ് ലെങ്ത് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹിയർ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? എച്ച് ഇൻറ്റു സി ബൈ ന്യൂ, എച്ച് ഇൻറ്റു സി ബൈ ലാംഡ മൈനസ് സി ബൈ ലാംഡ സീറോ. ഏതിന് പകരം? ന്യൂ സീറോക്ക് പകരം. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എച്ച് സി, സീനെ പുറത്തേക്ക് എടുത്തു, ഇൻറ്റു 1 by lambda minus 1 by lambda 0. These equations will help you in problems. Okay. So, where lambda is the wavelength, lambda 0 is the threshold wavelength. That is the wavelength corresponding to threshold frequency. Threshold frequency ക്ക് corresponding ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ് threshold wavelength lambda 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചതാരാണ്? ഹെഡ്സ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് എന്ന് വെച്ചാൽ, ഒരു മെറ്റൽ സർഫസ്, ആ മെറ്റൽ സർഫസിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, പുറത്തേക്ക് വരാൻ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള വർക്ക് ഫംഗ്ഷൻ കുറവായിട്ടുള്ള ആളിലേക്കാണ് ഒരു ഫോട്ടോൺ വരുന്നത്. ഓക്കെ, ആ ഫോട്ടോണിന് ഒരു മിനിമം എനർജി റിക്വയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഫോട്ടോൺ. ഓക്കെ, ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് ആര്? ഹെഡ്സ് ഒബ്സർവ് ചെയ്തു. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണം, Einstein explained photoelectric effect. Note here, Einstein explained photoelectric effect by using Max Planck's quantum theory. Einstein explained photoelectric effect by using Planck's quantum theory. That means a photon of certain minimum wavelength, when a photon of certain minimum frequency strikes on the metal surface like potassium, rubidium or cesium, that energy of the photon is transferred to the electron. അവിടെയുള്ള എനർജി എന്ത് ചെയ്തു? ഇലക്ട്രോണിന് കൊടുത്തു. ഓക്കെ, ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഇലക്ട്രോൺ ആൻഡ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് ഇജക്റ്റഡ്. ഇതാണ് ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ. നമ്മൾ പറഞ്ഞതാണ്, അത് ഹെഡ്സ് അല്ല പറഞ്ഞത്. When a photon of certain minimum frequency called threshold frequency strikes on the metal surface, that energy of the photon is transferred to the electron and that electron is ejected. Okay, and that electron is ejected എന്ന് പറഞ്ഞിട്ട് ആ ഇജക്റ്റഡ് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഡിഫറൻസ് ആണ്? E മൈനസ് W0 ആണ് എന്ന് പറഞ്ഞത് ഐൻസ്റ്റീൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്നുള്ള ആൾ എന്ത് ചെയ്തു? എനർജി കൊടുത്തു. ആ എനർജി കൊടുത്തിട്ട് ആ ഇലക്ട്രോൺ അവിടെ നിന്ന് ഇജക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ, ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു E മൈനസ് W0, ദാറ്റ് ഈസ് എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 എന്ന് തുടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഡെറിവേഷൻസും. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു h nu minus h nu 0, kinetic energy is equal to h into nu minus nu 0, kinetic energy is equal to hc into 1 by lambda minus 1 by lambda 0. ഈ equations ഒക്കെ ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ എന്താ? when a photon of certain minimum frequency strikes on the metal surface like potassium, rubidium or cesium, that energy of the photon is transferred to the electron and that electron is ejected. രണ്ടാമത്തെ പോയിന്റ്, the kinetic energy of the ejected electron, kinetic energy of the ejected electron is equal to E minus W0 and these equations and these explanations. Clear? Okay, അതാണ് ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ എന്ന ഫൈനൽ ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ്, അല്ലെങ്കിൽ അങ്ങനെ എഴുതാം,
എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 ആണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0. ഇതിൽ എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു, എച്ച് ന്യൂ എന്ന് വെച്ചാൽ ഇൻകമിങ് ഫോട്ടോൻ്റെ എനർജിയാണ്. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ, ഓർ വി ക്യാൻ റൈറ്റ് ഇ ഇസ് ഈക്വൽ ടു എനർജി ഓഫ് ഇൻകമിങ് ഫോട്ടോൺ എന്ന് പറയുന്നത് W0 പ്ലസ് കൈനറ്റിക് എനർജി ആയിരിക്കണം. ഈ രണ്ട് എനർജീൻ്റെയും കൂടി സം ആയിരിക്കും വരുന്ന ഇൻകമിങ് ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതായത് ഇൻകമിങ് ഫോട്ടോൺ W0 എനർജി എടുത്തിട്ട് അതിനെന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ട് അത് പിന്നെന്ത് ചെയ്യും, ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ട് അത് മൂവ് ചെയ്യുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ? ഓക്കെ. ഇനി ഇവിടെ വി ഹാവ് സം മോർ ഒബ്സർവേഷൻസ്. അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് ഐൻസ്റ്റീൻ എക്സ്പ്ലനേഷൻ ആൻഡ് ദ റിലേറ്റഡ് ഈക്വേഷൻസ്. ആൻഡ് ഹെഡ്സ് ഒബ്സർവ് ചെയ്ത വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരു മെറ്റൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റൽ എടുത്തു. അവിടേക്ക് ഒരു ഇൻകമിങ് ഫോട്ടോൺ വന്നു. അവിടെ നിന്നും എന്ത് ചെയ്തു, ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്തു. ഫോട്ടോൺ വന്നിട്ട് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്തു. അങ്ങനെ ഇജക്റ്റ് ചെയ്തപ്പം അവിടെ ഒരു ടൈം ലാഗ് ഉണ്ടായിരുന്നില്ല. ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ദ ഫോട്ടോൺ ആൻഡ് ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബ്സർവേഷൻ. There is no time lag between the striking of photon and ejection of electron. അതായത് ഫോട്ടോൺ വന്ന നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇജക്ഷൻ നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒബ്സർവേഷൻ ആണ്. ഒരു കാര്യം കണ്ടത്, ഹെഡ്സ് കണ്ട ഒരു കാര്യമാണ്. ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ഫോട്ടോൺ ആൻഡ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. രണ്ടാമത്, ഓക്കെ, നമ്മൾ ഇവിടെ ഉള്ള ആളുടെ കൈനറ്റിക് എനർജി കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു വർക്ക് ഫംഗ്ഷൻ 2 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിക്കുക. വരുന്ന ആൾ 5 ഇലക്ട്രോൺ വോൾട്ട് കൊടുത്തു. അപ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ഇത് ഇ ആണ്, ഇത് W0 ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ 3 ഇലക്ട്രോൺ വോൾട്ടുമായിട്ടാണ് ഇയാൾ പോവുക. 2 ഇവിടെ യൂസ് ചെയ്തു, ഇവിടെ ഇത് 2 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ. അപ്പോൾ ഇനി അത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഫിക്സഡ് ആണ്, ഇതൊരു മെറ്റലിന് ഫിക്സഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു 10 ഇലക്ട്രോൺ വോൾട്ട് എടുത്താൽ അവിടുന്ന് പോകുന്നത് 2 ഇവിടെ യൂസ് ചെയ്യും. ഇവിടുന്ന് പോകുന്നത് എത്രയായിരിക്കും? 8 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇവിടെ എനർജി കൂടണമെങ്കിൽ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. എച്ചിനെ കൂട്ടാൻ പറ്റില്ല, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. 6.626 × 10⁻34 ജൂൾ സെക്കൻഡ് ആണ്. ഫ്രീക്വൻസി കൂട്ടിയേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ വിബ്ജിയോറിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, ബ്ലൂവിന് വേവ് ലെങ്ത് കുറവാണ്. അപ്പോൾ ബ്ലൂവിന് ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടിയ റേഡിയേഷൻസ് ആണ് വരുന്നതെങ്കിൽ അവിടെ ഇജക്ഷൻ ഈസിയർ ആയിരിക്കും. കാരണം എന്താ? ഫ്രീക്വൻസി കൂടുമ്പോൾ ഈ എനർജി കൂടും. ആ എനർജി കൂടുമ്പോൾ ഇവിടെ സഫീഷ്യന്റ് എനർജി കൊടുക്കാൻ പറ്റും. ബാക്കി എനർജി ഉപയോഗിച്ചിട്ട് അവർക്ക് മൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ കൈനറ്റിക് എനർജി കൂടും. സോ കൈനറ്റിക് എനർജി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി of incident photon, incoming photon, incident photonന്റെ സ്ട്രൈക്ക് ചെയ്യുന്ന ഫോട്ടോണിന്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഫ്രീക്വൻസി കൂടിയാൽ അതിന് പ്രൊപ്പോർഷണൽ ആണ് എനർജി കൂടും. ആ എനർജി കൂടുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ. അതും ഒബ്സർവ് ചെയ്തു. ആളെന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങനെ എനർജി കൂട്ടിക്കൊടുത്തു, അതായത് ഫ്രീക്വൻസി കൂട്ടിക്കൊടുത്തു. പല ഫ്രീക്വൻസി കൂട്ടിക്കൊടുത്തപ്പോൾ അവിടുന്ന് പോകുന്ന ഇലക്ട്രോണിന്റെ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്തപ്പോൾ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഒബ്സർവേഷൻ. ആൻഡ് ദ തേർഡ് വൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് നാട്ട് എഴുതിയത്, ഇലക്ട്രോൺസ് എന്നാണ് ഇത് വായിക്കുക. ഇലക്ട്രോൺസ് ഇജക്റ്റഡ്, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു. ഇവിടെ നിന്നും പോകുന്ന ആളുടെ എനർജി കൂട്ടാൻ ഇവിടെ ഫ്രീക്വൻസി കൂട്ടി മതി. പക്ഷേ
ഇവിടെ നിന്നും പോകുന്ന ആളുകളുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ കൂട്ടാൻ, ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടാൻ, എനർജി അല്ല ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടാൻ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ എത്ര എനർജി കൊടുത്താലും ഒരു റേഡിയേഷന് ഒരു പാർട്ടിക്കിൾ വന്നാൽ ഒരു ഫോട്ടോണാണ് വരുന്നതെങ്കിൽ അത് ഒരു ഇലക്ട്രോണുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുക. ഒരു ഫോട്ടോൺ അതൊരു പാർട്ടിക്കിളാണ്, റേഡിയേഷൻ അല്ല. റേഡിയേഷൻ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്. ഒരു ഫോട്ടോൺ ആണ് വരുന്നതെങ്കിൽ അത് ഒരു ഇലക്ട്രോണുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മൊത്തം എനർജിയും എന്ത് ചെയ്യും? ഐൻസ്റ്റീൻ പറഞ്ഞതനുസരിച്ച് അങ്ങോട്ട് കൊടുക്കും. അതിൻ്റെ ഒരു ഭാഗം എനർജി ഉപയോഗിച്ചിട്ട് അത് റിമൂവ് ചെയ്യും, ബാക്കി എനർജി ഉപയോഗിച്ചിട്ട് അത് കൈനറ്റിക് എനർജി ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ, എനർജി റിക്വയർഡ് ഫോർ ദ മൂവ്മെന്റ്, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി. നമ്മളിനി 100 ഇലക്ട്രോൺ വോൾട്ട് കൊടുത്താലും ഇവിടെ ആവശ്യമുള്ളത് 2 ആണെങ്കിൽ 98 ഇലക്ട്രോൺ വോൾട്ടായിട്ട് അവിടേക്ക് പോവുകയുള്ളൂ, അല്ലാണ്ട് രണ്ടാമതൊരു ഇലക്ട്രോൺ അവിടെ റിമൂവ് ആവുന്നില്ല. വെൻ 1 photon strikes on the metal 1 electron is removed. When 2 photons strikes on the metal 2 electrons removed. അതുകൊണ്ട് നമ്മൾ എനർജിയോ ഫ്രീക്വൻസിയോ കൂട്ടിയിട്ട് കാര്യമില്ല. ഒരു കാര്യം പറയാം, നമ്മൾ ഇപ്പോൾ ഒരു ബ്രൈറ്റ് ലൈറ്റ് ഒരേ കളറുള്ള നമ്മൾ ഒരു ട്യൂബിലേക്ക് നോക്കുകയാണ്, വൈറ്റ് ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ചിലതിലേക്ക് നോക്കുമ്പോൾ, അപ്പോൾ ഒരു ട്യൂബും ഉണ്ട്, അവിടെ ഒരു LED ലൈറ്റും ഉണ്ടെന്ന് വിചാരിക്കാം. ട്യൂബിലേക്ക് നോക്കുന്ന സമയത്ത് LED ലൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ടിൻ്റെയും കളർ സെയിം ആണ്. ഒരു ലൈറ്റ് യെല്ലോ ആണെന്ന് വിചാരിച്ചോ, രണ്ടിൻ്റെയും ലൈറ്റ് യെല്ലോ. അപ്പോൾ രണ്ടിൻ്റെയും ഫ്രീക്വൻസി എന്താണ്? സെയിം ആണ്. പക്ഷേ ഒന്നിലേക്ക് എനിക്ക് കുറേ നേരം നോക്കി നിൽക്കാൻ പറ്റുന്നുണ്ട്, മറ്റേതിലേക്ക് എനിക്ക് അധികം നേരം നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. ചിലത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കണ്ണെടുക്കേണ്ടി വരും. കാരണം എന്താ? നമുക്ക് കണ്ണിനത് താങ്ങാൻ പറ്റില്ല. കാരണം നമ്മൾ പറയും ഇൻറ്റൻസിറ്റി, ബ്രൈറ്റ്നെസ് കൂടുതലാണ്. ഡിമ്മായിട്ടുള്ള ഒരു യെല്ലോ ലൈറ്റും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ലൈറ്റും രണ്ടിൻ്റെയും ഫ്രീക്വൻസി സെയിം ആണ് അല്ലേ? യെല്ലോ ആണോ? ഫ്രീക്വൻസി സെയിം ആണ്. അപ്പോൾ അതായത് ഒരു പെർട്ടിക്കുലർ കളർ ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി സെയിം ആണ്, പക്ഷേ അതിൻ്റെ ബ്രൈറ്റ്നെസ്സിൽ വ്യത്യാസമുണ്ട്. എന്താ നമുക്ക് കണ്ണ് പെട്ടെന്ന് വേദനിക്കാനുള്ള കാരണം? ഒരു റിക്വയർഡ് ടൈമിൽ നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്ന ലൈറ്റ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ നമുക്കത് കണ്ണ് താങ്ങാൻ പറ്റില്ല. നമ്മൾ പറയും ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻറ്റൻസിറ്റി കൂടുന്ന സമയത്താണ് നമുക്ക് കണ്ണ് പെട്ടെന്ന് എടുക്കേണ്ടി വരുന്നത്, നമുക്ക് നോക്കാൻ പറ്റാണ്ട് വരുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുക എന്ന് വെച്ചാൽ എന്താ? ആ വരുന്ന ലൈറ്റിനകത്തുള്ള ലൈറ്റ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുതലാണ്. ഒരു ബ്രൈറ്റ് ലൈറ്റ് എടുത്താൽ ആ ബ്രൈറ്റ് ലൈറ്റിൽ ഉള്ള ലൈറ്റ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുതലാണ്. അതേ കളറുള്ള ഒരു ഡിം ലൈറ്റ് എടുത്താൽ ഫ്രീക്വൻസി സെയിം ആണ്, പക്ഷെ അതിനകത്തു നിന്നും പുറത്തേക്ക് വരുന്ന ലൈറ്റ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന ലൈറ്റ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറവായതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി നേരം നോക്കി നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് എന്ത് എന്നുള്ളതിലേക്ക് വരാം. അപ്പോൾ ഒരു കാര്യം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ്. തിളക്കം, ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസിന് പ്രപ്പോർഷൻ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്. ലൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ് പാർട്ടിക്കിളിനെയാണ് ഫോട്ടോൺ എന്ന് വിളിക്കാം. അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുമ്പോഴാണ് നമുക്ക് ഇൻറ്റൻസിറ്റി കൂടിയ ലൈറ്റ് ആയിട്ട് തോന്നുന്നത്. ഒരേ കളറുള്ള യെല്ലോ ലൈറ്റ് തന്നെ, അതായത് ബ്രൈറ്റ് യെല്ലോ ആണെന്ന് വിചാരിക്കാം, ബ്രൈറ്റ് യെല്ലോ. ഓക്കെ, അതേപോലെ ഡിമ്മായിട്ടുള്ള ഡൾ യെല്ലോ രണ്ടും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബ്രൈറ്റ് യെല്ലോ എടുത്തിട്ടുണ്ട്, ഡൾ യെല്ലോ എടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി ഓൾമോസ്റ്റ് സെയിം ആണ്, ഫ്രീക്വൻസി സെയിം. പക്ഷേ ഇവിടെ ഇൻറ്റൻസിറ്റിയോ? ഇവിടെ ഇൻറ്റൻസിറ്റി ഹൈ ആണ്. ഇവിടെ ഇൻറ്റൻസിറ്റി ലോ ആണ്. ഇൻറ്റൻസിറ്റി ഹൈ ആണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുതലാണ്, ഇൻറ്റൻസിറ്റി ലോ ആണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ ഇൻറ്റൻസിറ്റി കൂടിയ ഒരു ബ്രൈറ്റ് യെല്ലോ ലൈറ്റും, യെല്ലോ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തതാണ്, ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഡൾ യെല്ലോ ലൈറ്റും എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്കിവിടെ ഒരു മെറ്റൽ സർഫസ് ഉണ്ട്. ആ മെറ്റൽ സർഫസിൽ ഇവിടെ 2 ഇലക്ട്രോൺ വോൾട്ട് ആണ് W0 വേണ്ടത് എന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം മുതലേ 2 എടുത്തുകൊണ്ട് ഞാൻ ഇപ്പോഴും 2 എടുക്കുന്നു. വരുന്ന ആളുടെ എനർജി എന്ന് പറയുന്നത് 5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ പോകുന്ന ആളുടെ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, വരുന്നത് യെല്ലോ ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ യെല്ലോ ലൈറ്റ് വരുമ്പോൾ ആദ്യം ബ്രൈറ്റ് യെല്ലോ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ബ്രൈറ്റ് യെല്ലോ വരുമ്പോൾ എന്താണ്? ആ ബ്രൈറ്റ് യെല്ലോ വരുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുതലാണ്. ഫ്രീക്വൻസി സെയിം ആണ് കേട്ടോ, അതുകൊണ്ട് ഇത് മാറുന്നില്ല. ഇത് സെയിം ആണ്, ഇതും സെയിം ആണ്, ഇത് പിന്നെ ഓൾറെഡി സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ബ്രൈറ്റ് യെല്ലോ ലൈറ്റ് ആണ് ഞാൻ എടുത്തതെങ്കിൽ അതിനകത്തുള്ള ലൈറ്റ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുതലാണ്.
എന്ന് വെച്ചാൽ സപ്പോസ് അതിനകത്ത് ഒരു 100 ലൈറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക, 100 ഫോട്ടോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഇജക്ട് ചെയ്യും? ഓരോ ഫോട്ടോണും ഓരോ ഇലക്ട്രോൺ എനർജിനെ കൊടുക്കും. ഓരോ ഫോട്ടോണും ഓരോ ഇലക്ട്രോൺ എനർജിനെ കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് 100 ഇലക്ട്രോൺസ് പോകും. കാരണം 100 ഫോട്ടോൺസ് ഇൻട്രാക്ട് വിത്ത് 100 ഇലക്ട്രോൺസ്. ഇനി അവിടെ നിങ്ങൾ ഒരു ഡൾ യെല്ലോ ലൈറ്റ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു ഡൾ യെല്ലോ ലൈറ്റ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി ആൻഡ് സെയിം എനർജി. അപ്പോൾ അതിനകത്തുള്ള നമ്പർ ഓഫ് ഫോട്ടോൺ പാർട്ടിക്കിൾസ് എന്താണ്? ലോ ആണ്. ഇൻറ്റൻസിറ്റി ലോ ആണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് കുറവാണ്. അപ്പോൾ അവിടെ ഒരു 50 ഫോട്ടോൺസേ ഉള്ളൂ എങ്കിൽ അവിടെ നിന്ന് എത്ര ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ, ഈ 50, 100, 100 എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ 50 ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുള്ളൂ. കാരണം എന്താ? 50 ഫോട്ടോൺസ് ഇൻട്രാക്ട്സ് വിത്ത് 50 ഇലക്ട്രോൺസ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി ആസ് ബിഫോർ, വിത്ത് ദ സെയിം എനർജി ആസ് ബിഫോർ. എല്ലാം സെയിം ആണ്. പോകുന്ന ആളുടെ കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടിയപ്പോൾ, ബ്രൈറ്റ്നെസ് കൂടിയപ്പോൾ പോകുന്ന ആളുടെ എണ്ണം കൂടുന്നുണ്ട്. കാരണം എന്താ? ഇൻറ്റൻസിറ്റി കൂടാന്ന് വെച്ചാൽ വരുന്ന ആളുടെ എണ്ണം കൂടുകയാണ്. വരുന്ന ആളുടെ എണ്ണം കൂടിയാൽ പോകുന്ന ആളുടെയും എണ്ണം കൂടും. വരുന്ന ആളുടെ എനർജി കൂടിയാൽ പോകുന്ന ആളുടെ എനർജി കൂടും. ഓക്കെ, വരുന്ന ആളുടെ എണ്ണം കൂടുക എന്ന് വെച്ചാൽ എന്താണ്? ഇൻറ്റൻസിറ്റി കൂടുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു intensity or brightness of incident photon or light incident photon. 3 ഒബ്സർവേഷൻസ് ശ്രദ്ധിച്ചു നോക്ക്. 3 ഒബ്സർവേഷൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. ലെറ്റ് മീ മേക്ക്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് 3 ഒബ്സർവേഷൻസ്? ഫസ്റ്റ് വൺ, there is no time lag between the striking of photon and the ejection of electron. There is no time lag between the striking of photon and ejection of electron. Second one, kinetic energy of the ejected electron is directly proportional to frequency of incident photon. Obviously the energy of incident photon, കാരണം energy depend ചെയ്യുന്നത് ഫ്രീക്വൻസിയിലാണ്. Number of electrons ejected is proportional to intensity or brightness of incident photon. ഈ 3 ഒബ്സർവേഷൻസും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലെ ഓരോ ഒബ്സർവേഷൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വേവ് നേച്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ വേണോ എന്നുള്ളതാണ് വിഷയം. നമ്മൾ പാർട്ടിക്കിൾ നേച്ചറിന് ഒരു എവിഡൻസ് ആയിട്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറയുന്നത്. ഫസ്റ്റ് ഒബ്സർവേഷൻ, അവിടെ ടൈം ലാഗ് ഇല്ല എന്നാണ് പറയുന്നത്. ഇഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് ഹാവിങ് എ വേവ് ക്യാരക്ടർ, ലൈറ്റ് എന്ത് പേരാണ്? ഒരു വേവ് നേച്ചറോട് കൂടിയാണ് മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ പെട്ടെന്നൊന്നും ഇജക്ഷൻ നടക്കത്തില്ല. നമ്മളിപ്പോൾ ഒരു റേഡിയേഷൻ വരുന്നു, അവിടെ എനർജി കിട്ടുന്നു. ആ എനർജി കിട്ടിയിട്ട് ആ ഇൻട്രാക്ഷൻ, വേവിൻ്റെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ലോ ആയിട്ടാണ് നടക്കുക. അവിടെ എനർജി കിട്ടുന്നു, അവിടെ ഒരു ടൈം ലാഗ് ഉണ്ടാവും. പകരം ഒരു പാർട്ടിക്കിൾ നേച്ചറുള്ള ആൾ വരുന്നു, എനർജിയോട് കൂടി വരുന്നു, മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്നു, അവിടെ ഒന്നും എന്ത് ചെയ്യാണ്? തെറിച്ചു പോവുകയാണ്. മീൻസ് അവിടെ ഒന്ന് റിമൂവ് ചെയ്യാണ്, ഇജക്റ്റ് ചെയ്യാണ്. അപ്പോൾ അതൊരു പാർട്ടിക്കിൾ നേച്ചറാണ്. എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ, അല്ലേ? അതായത് നമ്മൾ ലൈറ്റ് റേഡിയേഷൻ, അതായത് ലൈറ്റ് പാർട്ടിക്കിൾ ഫോട്ടോൺ വരുന്ന അതേ സമയത്ത് തന്നെ അവിടെ ഇജക്ഷൻ നടന്നു എന്ന് പറയുന്നത് പാർട്ടിക്കിൾ നേച്ചറിൻ്റെ എവിഡൻസ് ആണ്. ഒരു പാർട്ടിക്കിളിനെ അത് സാധിക്കുള്ളൂ. ഓക്കെ, ടൈം ലാഗ് ഇല്ലാണ്ട് ഒരാളെ ഇജക്റ്റ് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ. രണ്ടാമത്തത്, കൈനറ്റിക് എനർജി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ. അതിൽ ആ എവിഡൻസ് വെച്ചിട്ട് നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല ഇവിടെ. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ്നസ് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറയുന്ന ഒബ്സർവേഷനും നമുക്ക് പാർട്ടിക്കിൾ നേച്ചറിന് എവിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. കാരണം എന്താ? നമ്മൾ ഓരോ ഇലക്ട്രോൺ വരുന്ന സമയത്ത് ഓരോ ലൈറ്റ് പാർട്ടിക്കിൾ വരുന്ന സമയത്ത് ഓരോ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ട്, അതായത് ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി ഒന്നും അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ കിട്ടത്തില്ല. കാരണം നമ്മൾ കൂടുതൽ എനർജി കൊടുക്കുന്ന സമയത്ത് ലൈറ്റ് റേഡിയേഷൻ എന്താവും? ഇവിടെയുള്ള എല്ലാ ഇലക്ട്രോണുമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഇവിടെ വരുന്ന റേഡിയേഷൻ ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ അതിൽ ഓരോ ഇലക്ട്രോണിനും എനർജി എന്ത് ചെയ്യും? കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ വരുന്ന ആൾക്ക് ഒരു 10 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ട്. ഇവിടെ ആവശ്യമുള്ളത് 2 ഇലക്ട്രോൺ വോൾട്ടാണ് ഒരു ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ. പക്ഷേ ഈ 10 കൊടുക്കുന്ന സമയത്ത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇതുമായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത്, ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 5 ഇലക്ട്രോണൊക്കെ റിമൂവ് ചെയ്തെന്ന് വരാം. സെക്കൻഡ് ഒബ്സർവേഷനും അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ കൈനറ്റിക് എനർജി, ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ, നമുക്ക് മൂന്നാമത്തെ ഒബ്സർവേഷനാണ് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പറ്റുക. കാരണം ഓരോ പാർട്ടിക്കിൾ വന്നപ്പോഴും ഓരോ ഇലക്ട്രോണാണ് ഇജക്ട് ചെയ്തത്. ഇന്റൻസിറ്റി കൂടുകയെന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുകയാണ്. ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുന്നതിനനുസരിച്ച്
ഇലക്ട്രോണിന്റെ എണ്ണം കൂടാനുള്ള കാരണം ഓരോ പാർട്ടിക്കിൾ ഓരോരോ ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ആയിട്ട് വന്നിട്ട് ഓരോ ഇലക്ട്രോൺ റിമൂവ് ചെയ്തോണ്ടാ. ദാറ്റ് ഈസ് പാർട്ടിക്കിൾ നേച്ചർ. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ നമ്മൾ കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടാനുള്ള കാരണം എന്താ? ഫ്രീക്വൻസി കൂട്ടിയപ്പോൾ. രണ്ടാമത്തെ ഒബ്സർവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫ്രീക്വൻസി കൂട്ടിയ സമയത്ത് കൈനറ്റിക് എനർജി കൂടാനുള്ള കാരണം എന്താ? ആ ഫ്രീക്വൻസിയോട് ആ എനർജിയോട് കൂടി വരുന്ന ഇൻസിഡന്റ് ഫോട്ടോൺ ഒരു ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. ഒരു പാർട്ടിക്കിളിനെ അത് പറ്റുള്ളൂ. ഒരാൾ വന്ന് ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഒരു റേഡിയേഷൻ ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ആ ഏരിയ മൊത്തം അങ്ങ് കവർ ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ വരുന്ന ആളുടെ ഫ്രീക്വൻസി അതിന്റെ കറസ്പോണ്ടിങ് എനർജി കൂട്ടിയാലും ചിലപ്പോൾ കൈനറ്റിക് എനർജി ആയിരിക്കില്ല കൂടുക, ചിലപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആ കൂടുക. കാരണം ആ മൊത്തം എനർജി ഉള്ള എല്ലാവർക്കും എന്ത് ചെയ്ത് കൊടുക്കും? ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും ഈ ഒബ്സർവേഷനും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 3 ഒബ്സർവേഷനും എന്തിന്റെ എവിഡൻസ് ആണ്? ദാറ്റ് ഇസ് എ പാർട്ടിക്കൽ നേച്ചർ. എന്ന് വെച്ചാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനോൺ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേവ് നേച്ചർ പോരാ, പാർട്ടിക്കൽ നേച്ചർ വേണം. വേവ് നേച്ചർ ഉണ്ടെങ്കിൽ ഈ ഒബ്സർവേഷൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് ഓൾസോ ഒബ്വിയസ്ലി എൻ എവിഡൻസ് ഫോർ ദ പാർട്ടിക്കൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഇൻ ദിസ് കേസ് ലൈറ്റ് റേഡിയേഷൻ, ഫോട്ടോൺ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് പറഞ്ഞു, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറഞ്ഞു. ഇനി നമുക്കൊരൊറ്റ കോൺസെപ്റ്റ് കൂടിയാണ് പഠിക്കാനുള്ളത്, വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് വിത്ത് ടെമ്പറേച്ചർ. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ 2 ഏരിയ എന്ന്, അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അവിടെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദ ഫസ്റ്റ് പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് 1 mole ഓഫ് ഫോട്ടോൺ ഓഫ് റേഡിയേഷൻ ഹൂസ് ഫ്രീക്വൻസി ഈസ് 5 × 10⁻14 ഹെഡ്സ്. ഓക്കെ, നിങ്ങളെ NCERT-യിലെ പ്രോബ്ലം ആണ്. നമുക്ക് എനർജി ഓഫ് 1 mole ഓഫ് ഫോട്ടോൺ ആണ് കിട്ടേണ്ടത്. അപ്പോൾ എന്താണ്? E = NA അവോഗാഡ്രോ നമ്പർ ഇൻറ്റു hν. ഓക്കെ, അല്ലെങ്കിൽ E = hν എടുത്തിട്ട് അവോഗാഡ്രോ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഫോമുല യൂസ് ചെയ്യുക. ഈ ഒരു ഫോമുല നിങ്ങൾ NCERT-ൽ ഇങ്ങനെ കൊടുത്തിട്ടില്ല, E = hν മാത്രമേ കൊടുത്തിട്ടുള്ളൂ. E = hν ഈസ് ഫോർ 1 ഫോട്ടോൺ ആണ്. ഓക്കെ, 1 റേഡിയേഷൻ ആണ്. അപ്പോൾ 1 മോളിന് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ, ഡയറക്റ്റ് ഈക്വേഷൻ യൂസ് ചെയ്താലും മതി. ദാറ്റ്സ് ഇക്വൽ ടു E = നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത എനർജിയാണ് NA എന്ന് വെച്ചാൽ എത്രയാ? 6.022 × 10⁻23 ഇൻറ്റു H 6.626. എന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒക്കെ നമ്മൾ അത്രയും യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. 10⁻34 ഇൻറ്റു ന്യൂ എത്രയാ? 5 × 10⁻14 ഹെഡ്സ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. 6.022 × 10⁻23 ഇത് ജൂൾ സെക്കൻഡ് ആണ്, ഇത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ സെക്കൻഡ് ഇൻവേഴ്സും സെക്കൻഡും പോവും, അപ്പോൾ ജൂള് കിട്ടും, എനർജി ജൂളിൽ കിട്ടും. ദിസ് ഈസ് പെർ മോൾ. ഓക്കെ, ഫോർ 1 മോൾ. അപ്പോൾ ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് hν എന്ന് പറയുന്ന ഭാഗം. hν എന്ന് പറയുന്ന ഭാഗം 6.626 × 10⁻34 ആണ്. ദാറ്റ്സ് ഇക്വൽ ടു 6.022 × 10⁻23 ഇൻറ്റു ഇവിടെ 6. ഇതിന് വേണമെങ്കിൽ 0.5 ഇൻറ്റു അല്ലേ, ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് 0.5 × 10⁻15 എന്ന് എഴുതാം ഇതിന്. അപ്പോൾ 6.626 ഇൻറ്റു 0.5 എന്ന് വെച്ചാൽ എത്ര? 1/2. അപ്പോൾ എത്ര വരിക? 3.313 അല്ലേ, 3.313 ഇൻറ്റു, അപ്പോൾ ഇതെന്താ? ഇതിനെ 0.5 ആക്കിയപ്പോൾ ഹാഫ് ഇൻറ്റു അതെത്ര വരും? അത് 6.626 × 10⁻34 ഉണ്ട്. ഹാഫ് ഇൻറ്റു എത്ര വരും? അത് 10⁻15 വരും. ഓക്കെ, 10⁻15 10⁻34 എത്ര വരും? 10⁻19. 10⁻19 എന്ന് എന്ത് ചെയ്തു? കുറച്ച് ഒരു ഭാഗം ഞാൻ അവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്, അതിനെ കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. 10⁻19 തന്നെയല്ലേ? 15 -34 -34 + 15 = 19. കറക്റ്റാണ്. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇതിന് 6.022-ന് 3.313. അപ്പോൾ 6 × 3 ഒരു 18 വരും. പിന്നെ 0.02 0.33, ദാറ്റ് ഈസ് 19.9. പിന്നെ ഡെസിമൽസ് ഉണ്ടാവും, ഞാൻ ഒരു അപ്രോക്സിമേഷനിൽ ചെയ്താണ്. ഇൻറ്റു 10⁻23 × 10⁻19 ദാറ്റ്സ് ഇക്വൽ ടു 10⁻4 ജൂൾ പെർ മോൾ ആണ്. അത്രയും ജൂൾ പെർ മോൾ. ഓക്കെ, 199 ഇൻറ്റു 10⁻3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, അവിടെ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഇത് ആൻസർ ആണ് കേട്ടോ, ഈ കിട്ടിയത് ആൻസറാണ്. അത്രയും ജൂൾ പെർ മോൾ. 10⁻3 ജൂളിന് നമുക്ക് കിലോ ജൂൾ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ റീഅറേഞ്ച്മെൻറ്റ് നടത്തിയത്. 199 point something ഉണ്ടാവും കിലോ ജൂൾ പെർ മോൾ.
ഓക്കെ, എക്സാക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അപ്രോക്സിമേഷൻ ആണ്. ദറ്റ് ഈസ് 199 കിലോ ജൂൾ പെർ മോൾ എന്ന് ആൻസർ കിട്ടും. എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 199.51 കിലോ ജൂൾ പെർ മോൾ എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ലെറ്റ്സ് ടേക്ക് ദ അനദർ ക്വസ്റ്റ്യൻ. ഓക്കെ, a 100 watt bulb emits monochromatic light of wavelength 400 nanometer. Calculate the number of photons emitted per second by the bulb. ഓക്കെ, അപ്പോൾ ഇവിടെ 100 വാട്ട് പവറാണ് കൊടുത്തത്. പവറിൻ്റെ ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി ഡിവൈഡഡ് ബൈ ടൈം ആണ്. എനർജി ബൈ ടൈം. ഓക്കെ, അതായത് പവറിൻ്റെ യൂണിറ്റ് എന്താ വരിക? യൂണിറ്റ് എനർജിൻ്റെത് ജൂൾ, ടൈമിൻ്റെത് സെക്കൻഡ്, അതായത് ജൂൾ പെർ സെക്കൻഡ്, എനർജി പെർ സെക്കൻഡ് ആണ്. ഓക്കെ, എനർജി പെർ ടൈം. അപ്പോൾ നമുക്കിവിടെ 100 വാട്ട് ബൾബ് പവർ ഈസ് ഗിവൺ, ദാറ്റ് ഇസ് ഇക്വൽ ടു 100 വാട്ട്. 100 വാട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 400 നാനോമീറ്റർ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും, അതായത് ടി എത്രയാ? ടി ഇസ് ഇക്വൽ ടു 1 സെക്കൻഡ്, ഒരു സെക്കൻഡാണ്. അപ്പോൾ എനർജി എത്രയാ? എനർജി ഇസ് ഇക്വൽ ടു പവർ ഇൻറ്റു ടൈം, സിൻസ് പവർ ഇസ് ഇക്വൽ ടു എനർജി ബൈ ടൈം. ഓക്കെ, സിൻസ് പവർ ഇസ് ഇക്വൽ ടു എനർജി ബൈ ടൈം. എനർജി ഇസ് ഇക്വൽ ടു പവർ ഇൻറ്റു ടൈം, ദാറ്റ്സ് ഇക്വൽ ടു 100 വാട്ട്. വാട്ട് എന്ന് വെച്ചാൽ യൂണിറ്റ് ജൂൾ സെക്കൻഡ്, ദാറ്റ്സ് ഇക്വൽ ടു വാട്ട്. ഓക്കെ, അതാണ് വാട്ട് എന്ന് പറയുന്നത്. ജൂൾ സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡിനെയാണ് വാട്ട് എന്ന് പറയുന്നത്. 100 വാട്ട് എന്ന് വെച്ചാൽ 100 ജൂൾ പെർ സെക്കൻഡ് ഇൻറ്റു 1 സെക്കൻഡ്. പെർ സെക്കൻഡും 1 സെക്കൻഡും പോയാൽ ദാറ്റ്സ് ഇക്വൽ ടു 100 ജൂളാണ് എനർജി എന്ന് പറയുന്നത്. എനർജി ഈസ് ഇക്വൽ ടു 100 ജൂൾ. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? അപ്പോൾ ഈ പവറിന് ഈക്വൽ ആയിട്ടുള്ള എനർജി കിട്ടി. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ബൈ ദ ബൾബ്. വേറെ മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാം. ഞാൻ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് പറയുന്നത്. ഇ ഈസ് ഇക്വൽ ടു എൻ എച്ച് ന്യൂ. ടെക്സ്റ്റിൽ ഇങ്ങനെയല്ല ചെയ്തത്. ഇ ഈസ് ഇക്വൽ ടു എൻ എച്ച് ന്യൂ അല്ലേ? എൻ ഈസ് ദ നമ്പർ ഓഫ് ഫോട്ടോൺ. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എൻ എന്ന് പറയുന്നത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, എക്സെട്ര അല്ലേ? 1 എച്ച് ന്യൂ, 2 എച്ച് ന്യൂ, 3 എച്ച് ന്യൂ, 4 എച്ച് ന്യൂ. അപ്പോൾ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ന്യൂ ആണ്, അങ്ങനെ പറയാം. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ന്യൂ ആഡ് ചെയ്യാണ്. അതായത് 1 എച്ച് ന്യൂ ആവാം, 2 എച്ച് ന്യൂ ആവാം, 3 എച്ച് ന്യൂ ആവാം, 4 എച്ച് ന്യൂ ആവാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ വരില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇ ഇസ് ഇക്വൽ ടു എൻ എച്ച് ന്യൂ. നമുക്ക് കാണേണ്ടത് എന്താ? എൻ ഇസ് ഇക്വൽ ടു നമ്പർ ഓഫ് ഫോട്ടോൺസ്, വേർ എൻ ഈസ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് എൻ ഇസ് ഇക്വൽ ടു ഇ ബൈ എച്ച് ന്യൂ. ഇ ബൈ എച്ച് ന്യൂ. അവിടെ ഇ തന്നിട്ടുണ്ട്. ഇ എത്ര തന്നത്? ഈസ് 100 ജൂൾ, 100 ജൂൾ. ഓക്കെ, ആൻഡ് എച്ച് ഈസ് 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു ന്യൂ. ന്യൂ എത്ര? ന്യൂ ഫ്രീക്വൻസി. ഫ്രീക്വൻസി തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ലാംഡയാണ് തന്നത്. ലാംഡയാണ്. അപ്പോൾ നമുക്ക് ലാംഡ വേവ് ലെങ്ത് ഇസ് ഇക്വൽ ടു എന്താ തന്നത്? വേവ് ലെങ്ത് ലാംഡ ഇസ് ഇക്വൽ ടു 400 നാനോമീറ്റർ. 400 നാനോമീറ്റർ. നിങ്ങൾക്കറിയാം സി ഇസ് ഇക്വൽ ടു ന്യൂ ലാംഡ. ഓക്കെ, ന്യൂ ഇസ് ഇക്വൽ ടു സി ബൈ ലാംഡ. സി ബൈ ലാംഡ. അപ്പോൾ സി ബൈ ലാംഡ എന്ന് വെച്ചാൽ 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ്. ഇതിന് മീറ്ററിലേക്ക് മാറ്റണം. 400 ഇൻറ്റു 10⁻⁻9 മീറ്റർ. 1 നാനോമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁻9 മീറ്റർ ആണ്. അപ്പോൾ അതിനെ ഇതിലേക്ക് കൊടുത്താൽ ഇത് നേരെ തിരിച്ചു പുറത്തേക്ക് വരും. ഏത് വരും? നമ്മൾ ന്യൂക്ക് പകരം സി ബൈ ലാംഡ കൊടുക്കുക. ദാറ്റ് ഇസ് ഇക്വൽ ടു ഇ ഇസ് ഇക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ എച്ച് സി ബൈ ലാംഡ. ലാംഡ ഇവിടെ എത്തും. എന്ന് വെച്ചാൽ ദിസ് ഇസ് സി ഇവിടെ ഉണ്ട്, എച്ച് എഴുതി, സി ഇവിടെ ഉണ്ട്. ഇൻറ്റു 3 ഇൻറ്റു 10⁸8 ഇൻറ്റു ലാംഡ എത്രയാ? 400 ഇൻറ്റു 10⁻⁻9. ഓക്കെ, അപ്പോൾ ഇവിടെ 10⁻² ഉണ്ട്, ഇവിടെ 10⁻² ഉണ്ട്, 10⁻4 ആയി. അപ്പോൾ അവിടെ എന്താ വരിക? 4 ഇൻറ്റു ഇവിടെ 10⁻4 4 ഇൻറ്റു 10⁻⁻5. ഇതും ഇതും ഇവിടെ ഉള്ളതും പോയാൽ അവിടെ ബാക്കി -5 ഉണ്ടാവും. ഡിവൈഡഡ് ബൈ 6.626 ഇൻറ്റു 3 ഇൻറ്റു 10⁻⁻34ഉം 10⁻8ഉം ചേർന്നാൽ 10⁻⁻26. ഇനി നിങ്ങളിത് ചെയ്താൽ മതി. 4 ഡിവൈഡ് ബൈ 3 എന്ന് വെച്ചാൽ 0.75 ആണ്. ഓക്കെ, അത് ഇൻറ്റു 6.626. ഇത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 2.012 ഇൻറ്റു 10⁻20 എന്ന ആൻസർ കിട്ടും. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇസ് ഈക്വൽ ടു
2.012 into number of 2.012 into 10 raised to 20 photons per second. ഓരോ സെക്കൻഡിലും പെർ സെക്കൻഡ് എന്നുള്ള പറയാനുള്ള കാരണം എന്താ, നമ്മൾ എടുത്തിരിക്കുന്നത് 1 സെക്കൻഡാണ്. ഓരോ 1 സെക്കൻഡിലും ഇത്രയും ഫോട്ടോൺസ് എന്ത് ചെയ്യും, പാസ് ചെയ്യും. വെൻ ദിസ് പവർ ഓഫ് റേഡിയേഷൻ ഈസ് ഗിവൺ ബൈ ദ ബൾബ് ഓഫ് വേവ് ലെങ്ത് 400 നാനോമീറ്റർ. നിങ്ങൾ ബുക്കിൽ ചെയ്തിരിക്കുന്നത് പവറിനെ എനർജിയിലേക്ക് മാറ്റിയിട്ടില്ല. ഞാനിവിടെ ചെയ്തത് മനസ്സിലായല്ലോ. പവറിനെ എനർജിയിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഈസിക്കൽ ടു NH nu കൊടുത്തു. ന്യൂക്ക് പകരം C/λ കൊടുത്തിട്ടാണ് ചെയ്തത്. ഓക്കെ, അതായത് NH nu ഈസിക്കൽ ടു NHC by λ ഈസിക്കൽ ടു NHC by λ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. അവിടെ N കണ്ടുപിടിക്കുക. അപ്പോൾ E λ/HC N ഈസിക്കൽ ടു E λ/HC വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇവിടെ നോക്ക്, E ഇൻറ്റു λ ഡിവൈഡ് ബൈ H ഇൻറ്റു C അത് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നിങ്ങളുടെ ബുക്കിൽ ചെയ്തിരിക്കുന്നത് പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാ, 100 വാട്ട്. 100 വാട്ട് എന്ന് വെച്ചാൽ 100 ജൂൾ പെർ സെക്കൻഡ്. 100 ജൂൾ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, എന്നിട്ട് എനർജി കണ്ടുപിടിക്കുക. എനർജി എങ്ങനെ, ഈസിക്കൽ ടു H nu വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഈസിക്കൽ ടു HC by λ വെച്ചിട്ട് കണ്ടുപിടിക്കുക. അതായത് ഇവിടെ തന്നിരിക്കുന്ന ആളുടെ എനർജി ആ ലാംഡ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എച്ചും അറിയാം സിയും അറിയാം, ലാംഡ ഉപയോഗിച്ചിട്ട് ഒരു എനർജി കിട്ടും. ആ എനർജി എന്ത് ചെയ്യുക, ഒരു എനർജി കിട്ടിയെന്ന് വിചാരിച്ചോ, എക്സ് ജൂൾ എന്ന് കിട്ടിയെന്ന് വിചാരിച്ചോ. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, മെത്തേഡ് പറയാന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു എക്സ് ജൂൾ എന്ന് കിട്ടി. അങ്ങനെ എക്സ് ജൂളും ഒന്ന് കിട്ടി, ഇത് ജൂൾ സെക്കൻഡും കിട്ടി. അപ്പോൾ ഈ 100 ജൂൾ പെർ സെക്കൻഡും ഉണ്ട്. ഓക്കെ, അതേപോലെ ഹെക്സ് ജൂളും ഉണ്ട്. എക്സ് ജൂളും ഉണ്ട്. ഇതിനെ രണ്ടിനും കട്ട് ചെയ്താൽ 100ഉം എക്സും, എക്സ് എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന ഏത് വാല്യൂ ആണോ അത്. ഓക്കെ, ഇവിടെ ഏത് വാല്യൂ ആണോ കിട്ടുന്നത് അത്. ജൂളും കട്ട് ചെയ്തു പോകും. പിന്നെ പെർ സെക്കൻഡ്. അപ്പം കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.012 ഇൻറ്റു 10 raised to 20 പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പെർ സെക്കൻഡ് കിട്ടിയാൽ മതി. കാരണം എന്താ, ഓരോ സെക്കൻഡിലും ഇത്രയും ഫോട്ടോൺസ്. അങ്ങനെയാണ് അവിടെ ചെയ്തത്. പവറിനെ എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. ഈ രണ്ടിൻ്റെയും യൂണിറ്റ് കൺവേർഷൻ വെച്ചിട്ട് 100 ജൂൾ പെർ സെക്കൻഡും എക്സ് ജൂളും എന്ന് വെച്ചാൽ എത്രയാണോ വാല്യൂ, HC by λ എത്രയാണോ ആ വാല്യൂവും പിന്നെ എന്ത് ചെയ്തു, അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആൻസർ കിട്ടി. നമ്മൾ ചെയ്തതും രണ്ട് മെത്തേഡിലാണെങ്കിലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ഓക്കെ, നിങ്ങൾ NCERTയിലെ പിന്നെ സൊല്യൂഷൻ ഒന്ന് നോക്കുക. നമ്മൾ ചെയ്തത് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഏതാണോ കംഫർട്ടബിൾ യു ക്യാൻ ഫോളോ ദ method. Okay, next question. The threshold frequency nu0 for a metal is nu0 is equal to 7 into 10 raised to 14 second inverse തന്നിട്ടുണ്ട്. Calculate the kinetic energy of an electron. Kinetic energy എത്ര എന്നാണ് question. Emitted when a radiation of frequency nu is equal to 1 into 10 raised to 15 second inverse hits the metal. അപ്പോൾ ഇത്രയും ഫ്രീക്വൻസി ഉള്ള ഒരാൾ മെറ്റലിനെ ഹിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7 into 10 raised to 14 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എത്രയെന്നാണ് ചോദിച്ചത്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എനർജി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു H nu മൈനസ് H nu0. ദാറ്റ്സ് ഈക്വൽ ടു H ഇൻറ്റു ന്യൂ മൈനസ് nu0 ആണ്. നമുക്ക് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അത് പിന്നെ വേവ് ലെങ്ത് ആണ് തന്നെങ്കിൽ C/λ 0 എടുക്കേണ്ടി വരും. HC ഇൻറ്റു 1/λ മൈനസ് 1/λ0. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു H ഇസ് ഈക്വൽ ടു 6.626 ഇൻറ്റു 10 raised to minus 34 ഇൻറ്റു ന്യൂ എത്രയാണ് 1 into 10 raised to 15 1 into 10 raised to 15 മൈനസ് എത്രയാണ് 7 into 10 raised to 14 7 into 10 raised to 14. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒന്ന് 10 raised to 50 മറ്റേത് 10 raised to 40 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഇതിനെ 10 raised to 50 മാറ്റണം, അല്ലെങ്കിൽ ഇതിനെ 10 raised to 40 മാറ്റണം. നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ പഠിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു 6.626 ഇൻറ്റു 10 raised to minus 34 ഇൻറ്റു 10 into 10 raised to 14. ശരിയല്ല, 10 into 10 raised to 14 is 10 raised to 15 minus 7 into 10 raised to 14 minus 7 into 10 raised to 14. That's is equal to 6.626 into 10 raised to minus 34 into പിന്നെന്താ വരിക 10 minus 7. Okay, 10 minus 7 into 10 raised to 14.
10 minus 7 into 10 raised to 14. That's equal to 6.626 into 3 into 10 raised to minus 34 10 raised to 14 ചേർന്നാൽ that is 10 raised to minus 20. 10 raised to minus 20. അപ്പോൾ 6നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 18 ആണ്. 0.6നെ മൾട്ടിപ്ലൈ ചെയ്താൽ അങ്ങനെ നമുക്ക് എന്താ കിട്ടുക? ദാറ്റ്സ് ഇക്വൽ ടു 19.98 ഓൾമോസ്റ്റ് ഇൻറ്റു 10 റേസ് ടു മൈനസ് 20. ദാറ്റ്സ് ഇക്വൽ ടു 19.988 ആയിരിക്കും. 1.988 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19. ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഡിവൈഡ് ചെയ്തു, അപ്പോൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അത്രയും എന്താണ് നമ്മളോട് ചോദിച്ചത്? കൈനറ്റിക് എനർജി, അത്രയും ജൂൾ. ദിസ് ആൻസർ. എവിഡൻസ് ഫോർ പാർട്ടിക്കിൾ നേച്ചറിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറഞ്ഞു, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറഞ്ഞു. മൂന്നാമത്തതാണ് വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇങ്ങനെ ഒരു എവിഡൻസ്, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി അവിടെ നിങ്ങളുടെ NCERT-യിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കൂടുതലായിട്ടെന്നല്ല, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കാരണം ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അതായത് തെർമോഡൈനാമിക്സ് ചാപ്റ്ററിലാണ് നമ്മളത് പഠിക്കുന്നത്. പക്ഷേ ഞാനിതിവിടെ ഇത് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഹൗ ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് പാർട്ടിക്കിൾ നേച്ചർ ഫോർ എൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, ദ ഹീറ്റ് എനർജി ദറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. ഡെൽറ്റ ടി ഈസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് Q കൂടും. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരാൾ 20 ഡിഗ്രി സെൽഷ്യസ് ആക്കുന്നു. അപ്പോൾ അവിടെ 10 ഡിഗ്രീൻ്റെ ഡിഫറൻസ് ആണുള്ളത്. 10 ഡിഗ്രി അവിടെ കൂട്ടുകയാണ് ചെയ്തത്. അതിനനുസരിച്ച് ഹീറ്റ് എനർജി കൂടും. 10 ഡിഗ്രി കുറക്കുകയാണെങ്കിൽ ഹീറ്റ് എനർജി അതിനനുസരിച്ച് കുറയും. 20 ഡിഗ്രി കൂട്ടുകയാണെങ്കിൽ ഹീറ്റ് എനർജി അതിനനുസരിച്ച് കൂടും. ഓക്കെ, നമ്മളിപ്പോൾ ഒരാളെ, ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ടെമ്പറേച്ചർ എന്താണ്, ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ളതിനെ 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ആ പ്രോസസ്സ് ചെയ്യുന്ന എനർജി അവിടെ ഇൻക്രീസ് ചെയ്യും എന്നാണ് ഇത് പറഞ്ഞത്. Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. ദാറ്റ് ഈസ് C ഇൻറ്റു ഡെൽറ്റ ടി. ഡീറ്റെയിൽഡ് ആയിട്ട് തെർമോഡൈനാമിക്സിൽ പഠിക്കാനുള്ളതാണ്. ആ ഇക്വേഷൻ ഞാൻ ഇവിടെ കടമെടുക്കുകയാണ് ടു എക്സ്പ്ലെയിൻ ഹീറ്റ് കപ്പാസിറ്റി. Q is equal to C into delta T, where C is a constant that is called heat capacity. Heat capacity of the system. നമ്മളിപ്പോൾ Q എന്ന് പറയുന്നത് എനർജിയാണ്. ഇഫ് സപ്പോസ് Q എന്ന് പറയുന്നത് എനർജിയാണ്. ഓക്കെ, ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ 1 കെൽവിൻ ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ 1 ഡിഗ്രിയാണ് നമ്മൾ കൂട്ടുന്നത്. 1 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത്. ഒരാൾ എടുത്തിട്ട് ഇതിന് 1 ഡിഗ്രി സെൽഷ്യസ് കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹീറ്റ് എനർജി എത്രയാണ് നോക്കുക. അപ്പോൾ ഡെൽറ്റ ടി 1 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ then Q ഈസ് ഈക്വൽ ടു C വരും. കാരണം C ഇൻറ്റു 1 വരും. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹീറ്റ് എനർജി. ഹീറ്റ് കപ്പാസിറ്റി C is equal to എന്താ? Q. Heat capacity C is defined as the heat energy when the change in temperature is 1 degree Celsius or 1 Kelvin. Okay, it is the heat energy. Heat capacity is the heat energy when the change in temperature, when the increase in temperature, when the change in temperature is 1 degree or 1 Kelvin. മനസ്സിലാവുന്നുണ്ടോ? And that is heat capacity of a solid. ഓക്കെ, ഒട്ടും കൺഫ്യൂസ്ഡ് ആവണ്ട. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ തെർമോഡൈനാമിക്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, നമ്മളൊരു സോളിഡ് എടുത്തിട്ട് ആ സോളിഡിനകത്ത് ഓരോ പാർട്ടിക്കിളും വളരെ അടുത്തടുത്തായിരിക്കും. ലിക്വിഡിനെ ഗ്യാസിനെ പോലെയല്ല. ഓരോ ആറ്റംസും ഓരോ അയോണുകളും, ആറ്റംസ് ആണെങ്കിൽ ആറ്റംസ്, അയോണുകളാണെങ്കിൽ അയോണ്, വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും, അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡോ ഗ്യാസോ ഒക്കെ ആണെങ്കിൽ ആ എനർജി കിട്ടിയിട്ട് ഗ്യാസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യും, എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യും. മനസ്സിലാവുന്നു? ലിക്വിഡ് ആണെങ്കിലും ഇവിടെ മൂവ് ചെയ്യാൻ ശ്രമിക്കും. സോളിഡിന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ, ഇത് മെൽറ്റ് ചെയ്യോ ബോയിൽ ചെയ്യോ ചെയ്യുന്നത് വരെ ഇതിന് ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിന് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, അതായത് ആ വൈബ്രേറ്റ് ചെയ്യുന്ന എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഹീറ്റ് എനർജിയാണ്. ടെമ്പറേച്ചർ കൂട്ടുക എന്ന് വെച്ചാൽ എന്താ? ഹീറ്റ് എനർജി കൂടുക. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് എനർജി കൂടുകയാണ്. അപ്പോൾ അവിടെ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു മോളിക്യൂള് അവിടെ അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് കിട്ടിയ ഒരു എനർജി ഉണ്ട്. അതിന് കിട്ടിയ ഒരു എനർജി എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കൈനറ്റിക് എനർജി അതിന് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആ കിട്ടിയിരിക്കുന്ന എനർജി
കൈനറ്റിക് എനർജിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിൻ്റെയും സമ്മായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു സോളിഡ് നമ്മളെന്താ വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹീറ്റ് നമ്മൾ C = Q ആണ് കേട്ടോ. നമ്മൾ 1 ഡിഗ്രിയാണ് കൂട്ടിയെന്ന് വിചാരിച്ചാൽ മതി. 1 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ആ കോൺസെപ്റ്റ് നമ്മൾ മുഴുവനായിട്ട് പഠിക്കാത്തതുകൊണ്ട് ഇത് പ്രയാസം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഈസിയർ ആണ്. അപ്പോൾ വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സോളിഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് എനർജി കൊടുത്തു, ആൾ ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ നമ്മൾ കൊടുക്കുന്ന എനർജി ആസ് റേഡിയേഷൻ ആണ്. നമ്മൾ ഹീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഹീറ്റ് റേഡിയേഷൻ ആണ്. ഹീറ്റ് റേഡിയേഷൻ. ആ ഹീറ്റ് റേഡിയേഷൻ വരുന്നത് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ്. എ ബോഡി എമിറ്റ്സ് ഓർ അബ്സോർബ്, ഇയാൾ അബ്സോർബ് ചെയ്യാണ് റേഡിയേഷൻ നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. അതുകൊണ്ട് ഈ ഒരു പാക്കറ്റ്സ് ഓഫ് എനർജി ഇതിൻ്റെ ഒരു പാർട്ടിക്കിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ എല്ലാ ഭാഗത്തുള്ള വൈബ്രേഷണൽ എനർജി എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. വൈബ്രേഷൻ ഒരേപോലെ ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ഇവിടെയും വെൻ യു മെഷർ ദ ഹീറ്റ് കപ്പാസിറ്റി, ദ ഹീറ്റ് അബ്സോർബ്ഡ് വെൻ 1 degree Celsius is increased. Heat capacity means heat absorbed when 1 degree Celsius is increased is not uniform. എന്ന് വെച്ചാൽ അവിടെ ഒരു എന്തില്ല, അവിടെ ഒരു കണ്ടിന്യൂയിറ്റീൻ്റെ കുറവുണ്ട്, ഒരു ഡിസ്കണ്ടിന്യൂയിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഇത്രയേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞതെല്ലാം മറന്നേക്ക്. ഞാനിത് ഈ ഒരു ഏരിയ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ദാറ്റ് മീൻസ് the variation of heat capacity of the solid as a function of temperature cannot be explained by using wave nature. Wave nature ആണെങ്കിൽ കണ്ടിന്യൂസ് വരും, എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും എനർജി കിട്ടുക. ഹീറ്റ് കപ്പാസിറ്റി സെയിം ആയിരിക്കും, വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി സെയിം ആയിരിക്കും. പക്ഷേ ആ വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റിയിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് the property heat capacity variation of a solid as a function of temperature can only be explained by using the concept of particle nature of electromagnetic radiation. കിട്ടുന്ന ഹീറ്റ് റേഡിയേഷൻ ഒരു പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്ന് ബിലീവ് ചെയ്താൽ മാത്രമേ, എന്നെടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പ്രോപ്പർട്ടിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വേവ് നേച്ചർ പറഞ്ഞു, ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, റിഫ്രാക്ഷൻ പോലെയുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ട് വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ, ഇതേപോലെയുള്ള ഫിനോമിനാസ് വെച്ചിട്ട് നമ്മൾ പാർട്ടിക്കിൾ നേച്ചറും എക്സ്പ്ലെയിൻ ചെയ്തു. സോ വി ഷുഡ് ബിലീവ് ദാറ്റ്. അതായത് ചില സമയത്ത് ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വേവ് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്, ചില സമയത്ത് ചില ഫിനോമിനാസിൽ ഇവർ പാർട്ടിക്കിൾ നേച്ചറും കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് വി ഷുഡ് ബിലീവ് ദാറ്റ് light or any electromagnetic radiation has a dual character. Has a dual character means it has both wave character and particle character. That means when a electromagnetic radiation is transmitted or propagates, ഇത് മൂവ് ചെയ്യണം, പ്രൊപ്പഗേറ്റ് ചെയ്യണം. പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴുകുകയാണ്. When it propagates, it behaves like a wave. It shows wave character when it propagates, when it is under propagation. Okay, and ഇത് വേവ് ക്യാരക്ടറാണ്, വേവ് നേച്ചർ. ഇറ്റ് ഷോസ് വേവ് നേച്ചർ വെൻ ഇറ്റ് പ്രൊപ്പഗേറ്റ്സ്, ആൻഡ് ഇറ്റ് ഷോസ് പാർട്ടിക്കിൾ ക്യാരക്ടർ വെൻ ഇറ്റ് ഇൻട്രാക്ട്സ് വിത്ത് എ മാറ്റർ. ഏതെങ്കിലും ഒരു മാറ്റർ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ മെറ്റലിൻ്റെ സർഫസുമായിട്ട്, ഓക്കെ, നമ്മൾ ഒരു അയൺ റോഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വെൻ ഇറ്റ് ഇൻട്രാക്ട്സ് വിത്ത് മാറ്റർ ഇറ്റ് ഷോസ് എ പാർട്ടിക്കിൾ ക്യാരക്ടർ. ദാറ്റ് ഈസ് കോൾഡ് ഡ്യുവൽ ക്യാരക്ടർ. സോ an electromagnetic radiation is having a dual character, that is wave character and particle character, and we have many evidences for both character. An electromagnetic radiation shows wave character when it propagates, and it shows particle character when it interacts with some other matter. Okay, that's all for this session. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡെവലപ്മെൻറ്റ്സ് ലീഡിങ്സ് ടു ബോസ് മോഡൽ ഓഫ് ആറ്റമാണ്. തോംസൺസ് മോഡൽ കഴിഞ്ഞ്, റുദർഫോർഡ്സ് മോഡൽ കഴിഞ്ഞ്, ബോർ മോഡലിലേക്ക് എത്തിയിട്ടില്ല. ഡെവലപ്മെൻറ്റ്സ് ലീഡിങ്സ് ടു ബോസ് മോഡൽ ഓഫ് ആറ്റം. ആ ഡെവലപ്മെൻറ്റ്സിൽ 2 ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ആയിരുന്നു. ഒന്ന് ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ദ ഫസ്റ്റ് വൺ. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഡ്യുവൽ ക്യാരക്ടർ ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ടാമത്തത് ദ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് ഫ്രം അറ്റോമിക് സ്പെക്ട്ര. അപ്പോൾ അറ്റോമിക് സ്പെക്ട്രയെക്കുറിച്ചാണ് നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.